हरि ओम्। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। ഭാഗവത യോഗം ട്രസ്റ്റ് ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളെ അധികരിച്ച് വിവിധ ആചാര്യന്മാരുടെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ധ്രുവസ്തുതി പരിഗണിച്ചു വരികയാണ്. യാദൃച്ഛികമായി ശ്രീഹരി വെള്ളിനേഴി കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിലൂടെ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് വിവിധ ആചാര്യന്മാർ ധ്രുവസ്തുതിയെക്കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു. സംഗ്രഹം പോലെ പറയാൻ സന്ദേശത്തിൽ നിർദ്ദേശിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ശ്ലോകം, പദം, പദാർത്ഥം, അന്വയം ഇപ്രകാരങ്ങളെയൊന്നും അനുസരിക്കാതെ 12 ശ്ലോകങ്ങളിലൂടെ ഒരു യാത്ര, ആശയത്തെ പുനരാസ്വാദനം ചെയ്യും പ്രകാരം നിർവഹിക്കാമെന്നാണ് കരുതുന്നത്. 4-ാം സ്കന്ധം 9-ാം അധ്യായത്തിൽ 6 മുതൽ 17-ാം ശ്ലോകം ഉൾപ്പെടെ 12 ശ്ലോകി ധ്രുവസ്തുതി 12 ശ്ലോകി എന്ന് വിശേഷിപ്പിക്കാൻ പാകത്തിൽ 12 ശ്ലോകങ്ങളാണ് ധ്രുവകുമാരൻ്റെ സ്തുതിയായി ആവിഷ്കരിക്കപ്പെട്ടത്. ഭഗവാന്റെ ദർശനം ലഭിച്ചപ്പോൾ കുമാരൻ അത്യത്ഭുതകരമായ ഒരു അവസ്ഥയിലെത്തിച്ചേർന്നു. സ്തുതിക്കാൻ വെമ്പി നിൽക്കവേ വാക്കുകൾ കിട്ടുന്നില്ല എന്ന പ്രയാസം മനസ്സിലാക്കിയ ഭഗവാൻ ശംഖസ്പർശം കൊണ്ട് വാണീദേവി അനുഗ്രഹം അത് ചൊരിഞ്ഞു. അതിഗംഭീരമായ സ്തുതി സമാരംഭിച്ചു. സകല ശക്തിധരനായ ഭഗവാൻ ചിത്സ്വരൂപി ഇന്ദ്രിയ ദശകങ്ങളെയും പ്രാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു. പുരുഷായ തുഭ്യം, അങ്ങനെയുള്ള പുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്ന് 1-ാമത്തെ ശ്ലോകം. ഹിരണ്യകശിപു പ്രഹ്ലാദധിക്കാരത്തിന് ആശ്രയമായ ബലത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ബാലകൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ചരാചൻ, കേവലം എൻ്റെ ബലം മാത്രമല്ല പ്രഭോ, അവിടുത്തെ ബലവും ആരൊക്കെ ബലികളായി ഇവിടെയുണ്ടോ അവരുടെയൊക്കെ ബലവും എന്നിങ്ങനെ സകല ശക്തിധരനെക്കുറിച്ച്
നിസ്സങ്കോചം പ്രഹ്ലാദ ബാലകൻ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ധ്രുവകുമാരൻ്റെ സ്തുതിയുടെ പ്രത്യേകത ഉപനിഷത്തുക്കളുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതുകൊണ്ടിത് ഔപനിഷദികമാണ്. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷുഃ അതിമുച്യധീരാः പ്രേത്യസ്മാല്ലോകാത് അമൃതാഭവന്തി എന്ന് കേനോപനിഷത്തിൽ ചെവിയുടെ ചെവി എന്നീ പ്രകാരം ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ അപ്പുറത്ത് പരിലസിക്കുന്ന ചൈതന്യത്തെ പരബ്രഹ്മ തത്വമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ തത്വമാണ് സാക്ഷാൽ ആദിനാരായണൻ, പുരുഷനാണ്. പുരേ ശയതീതി സർവം പൂരയതീതി രണ്ട് പ്രകാരത്തിലുള്ള നിർവചനങ്ങളെ കൊണ്ട് പുരുഷ ശബ്ദം മനസ്സിലാക്കപ്പെടേണ്ടതാണ്. ശരീരമാകുന്ന പുരത്തിൽ വർത്തിക്കുന്നത്, എല്ലാറ്റിനെയും പൂരിപ്പിക്കുന്നത്, എല്ലാറ്റിൻ്റെയും സ്റ്റഫായി സത്തയായി പരിലസിക്കുന്ന പുരുഷനായിക്കൊണ്ട് നമസ്കാരം. തൈത്തരീയോപനിഷത്തിൽ സൃഷ്ടി സംബന്ധിയായ മന്ത്രമുണ്ട്. സോ കാമയത ബഹുസ്യാം പ്രജായേയേതി സതപോതപ്യത സതപസ്തപ്ത്വാ ഇദകം സർവമസൃജത തദിദം സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. ഈ ഒരു ഉപനിഷത്തിലെ സൃഷ്ടി സംബന്ധിയായ ഭാവം അത് ധ്രുവകുമാരൻ്റെ സ്തുതിയിലും പ്രകാശിതമായിട്ടുണ്ട്. സൃഷ്ടിക്കാൻ പ്രഭു കൊതിച്ചു, വിരിഞ്ഞ് സൃഷ്ടിയായി പരിലസിച്ചു. എന്നിട്ട് പ്രഭു തന്നെ അന്തര്യാമിയായി അനുപ്രവേശിച്ചു. ആ പ്രഭു അഗ്നിയാദി സകല അധിഷ്ഠാന ദേവതകളിലും പരിലസിക്കുന്നു. കഠോപനിഷത്തിൽ അഗ്നി സംബന്ധിയായ മന്ത്രമുണ്ട്. അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടഃ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച. ഇങ്ങനെ ആ അന്തര്യാമി പുരുഷൻ തന്നെയാണ് ദിക്കെങ്ങും പല പ്രകാരത്തിൽ പരിലസിക്കുന്നത്. പക്ഷേ അവ്യക്തഭാവത്തിലാണ്, ഇന്ധനങ്ങളിൽ അഗ്നി എന്ന പോലെ അന്തര്യാമി തത്വം വർത്തിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം അല്ലെങ്കിൽ ഏഴാമത്തെ ശ്ലോകത്തിൽ 6, 7, ഏഴാമത്തെ ശ്ലോകത്തിൽ ഈ കാര്യം പ്രതിപാദിക്കുന്നു. ബ്രഹ്മാവല്ലേ സൃഷ്ടി നടത്തുന്നത് എന്നാണെങ്കിൽ ആ ബ്രഹ്മാവിനും പരമ ആശ്രയമായ നാരായണനെക്കുറിച്ചും അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ബ്രഹ്മാവ് നാഭീപത്മത്തിൽ സ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ ആവിഷ്കൃതനായി യഥാപൂർവം അകൽപ്പയത്ത്, കൽപ്പാന്തരങ്ങളിൽ ചെയ്തതുപോലെ വീണ്ടും സൃഷ്ടിയെ നിർവഹിച്ചു. ആ ആദിനാരായണൻ ബ്രഹ്മാവിന്, സ്രഷ്ടാവിന് പോലും കാരണമായിട്ടുള്ള ആർത്തബന്ധുവിനെ നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ ആർത്തഭാവമുണ്ട്. ആർത്തന്മാർക്ക് ബന്ധുവാണ് പ്രഭു. അപവർഗ്യ ശരണപാദമൂലം. അങ്ങനെയുള്ള ഭഗവാനെ എന്നിട്ടും മറക്കണമല്ലോ, എങ്ങനെ മറക്കും എന്നൊരു ചോദ്യമാണ് 8ാമത്തെ ശ്ലോകത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ളൊരു ചോദ്യം. ഈ പ്രഭുവിനെ എങ്ങനെ മറക്കും? സ്രഷ്ടാവിന് പോലും ആധാരമായി പരിലസിക്കുന്ന പ്രഭു, ആർത്തബന്ധുവായ പ്രഭു, അപവർഗ്യ ശരണപാദമൂലം മോക്ഷത്തിന് സമാശ്രയിക്കുന്ന പ്രഭുവിനെ എങ്ങനെ മറക്കും? പ്രഭുവിനെ മറക്കുന്നതാണ് സംസാരം. എങ്ങനെയാണ് സംസാരിത്വം സംഭവിക്കുന്നത്? മായയാപഹൃതജ്ഞാനാഹ എന്ന് ഭഗവത്ഗീതയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മായ കൊണ്ട് ജ്ഞാനം അപഹൃതരാവുന്നു.
അപഹൃതരായുള്ളവരായിട്ട് ഭവിക്കുന്നു നാം. അവിടെ ജ്ഞാനം ഇല്ല എന്ന് വരുമ്പോൾ ഒരറിവുമില്ല എന്നല്ല അർത്ഥം. നോൺ അപ്രിഹെൻഷൻ ഓഫ് ദി റിയാലിറ്റി, സത്യത്തെ സത്യമെന്ന് കാണാൻ കഴിയാതെ വരുമ്പോൾ അത് മിഥ്യാജ്ഞാനങ്ങൾക്ക്, ബഹുമുഖങ്ങളായിട്ടുള്ള മിഥ്യാജ്ഞാനങ്ങൾക്ക് കാരണമാകുന്നു. വിഷയാസക്തിയും ആശ്രയത്വവുമൊക്കെ വന്നു ചേരുന്നു. അങ്ങനെയാണ് സംസാരിത്വം സംഭവിക്കുന്നത്. ഭഗവാനെ ധ്രുവകുമാരൻ ഭവാപ്യയ വിമോക്ഷകനായിട്ട് പരിചയപ്പെടുത്തുന്നു. സംസാര സന്തരണത്തിന് ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഇപ്പോൾ വിഷയാസക്തി, വിഷയാശ്രയത്വം ഇത് രണ്ടും ജയിച്ച് ഭഗവാനെ ആശ്രയിക്കാൻ തയ്യാറാവണം എന്ന് ആഹ്വാനം ചെയ്യുന്നു. എന്നിട്ടും പക്ഷേ മൃഗലോക സുലഭമായ, നരകലോക സുലഭമായ തുച്ഛമായ വിഷയങ്ങളെ മനുഷ്യൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുവല്ലോ. ഭഗവാനാകട്ടെ കൽപ്പതരു തുല്യനായ ഭഗവാൻ യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് വാഗ്ദാനം ചെയ്ത് എടുത്തിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഭക്തന്മാരെങ്ങനെയൊക്കെ സമീപിക്കുന്നുവോ അങ്ങനെയൊക്കെ അനുഗ്രഹിക്കുന്നു. 7-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ സൂചിപ്പിക്കും, അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം. അവർക്ക് ലഭിക്കുന്ന ഫലം തുച്ഛമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ നൽകുന്നു. പക്ഷേ അത് അവസാനയുക്തമാണ്. ഇത് തിരിച്ചറിയുന്ന വിവേകികൾ ഇതിന് അപ്പുറത്തേക്ക് കടക്കും. 10-ാമത്തെ ശ്ലോകത്തിൽ ധ്രുവകുമാരൻ യാ നിർവൃതി ശ്രവണസുഖത്തിൻ്റെ, ഭഗവത് കഥാശ്രവണസുഖത്തിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, താരതമ്യ പഠനം നടത്തുകയാണ്. ബ്രഹ്മാനന്ദ നിർവൃതിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് ശ്രവണ മനന നിധിധ്യാസനത്തിനും അതുപോലെ തന്നെ പ്രചാരണത്തിനും ഉദ്യമിക്കണം എന്ന ആഹ്വാനം. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ മച്ചിത്താമദ്ഗത പ്രാണാ ബോധയന്തഃ പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാമേവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്ഥഃ ജ്ഞാനദീപേന ഭാസ്വത. 10-ാം അധ്യായം 9, 10, 11 ശ്ലോകങ്ങളിലായിട്ട് ഈ ഒരു അറിവിൻ്റെ ഉന്മാദം ബാധിച്ച് ഭഗവാനിലേക്ക് സകല ചിത്തവൃത്തികളും ഒഴുകുന്നവരായിട്ട് അവർ ബോധയന്ത പരസ്പരം ബോധിപ്പിക്കുന്നവരായിട്ടും കഥിക്കുന്നവരായിട്ടും തുഷ്യന്തി രമന്തി ച ജീവിതം ആഘോഷിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരുടെ കാര്യത്തിൽ ദദാമി ബുദ്ധിയോഗം, അവർക്ക് ബുദ്ധിയോഗത്തെ പ്രദാനം ചെയ്യുമെന്നും അവരിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് ജ്ഞാനദീപമായി അവരിൽ ഞാൻ അനുഗ്രഹം ചൊരിയുമെന്നും ഭഗവാൻ വാഗ്ദാനം നൽകുന്നു. ഇങ്ങനെ ഭഗവത് കഥാശ്രവണം തന്നെ നമ്മെ രക്ഷിക്കാൻ സമർത്ഥമായിരിക്കെ, ബ്രഹ്മാനന്ദ നിർവൃതിയേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവത് കഥാശ്രവണം എന്നിരിക്കെ, സ്വർഗാദികളിലൊക്കെ ഭ്രമിക്കുന്നത് എന്ത് വിഡ്ഢിത്തമാണ് എന്നും ഭംഗ്യന്തരേണ ധ്രുവകുമാരൻ ചോദിക്കുന്നു. അന്തകൻ്റെ വാളിന് ഇരയാണ് മറ്റെല്ലാ സുഖങ്ങളും. തുടർന്ന് വിവേക വൈരാഗ്യയുക്ത ഭക്ത സംസർഗത്തിനായിട്ട് കൃത്യമായി ധ്രുവകുമാരൻ പ്രാർത്ഥിക്കുന്നു. ഭഗവത് ഗുണ കഥാമൃത പാനമത്തനായിട്ട് സംസാരം സന്തരണം ചെയ്യാവുന്നതേയുള്ളൂ എന്ന വസ്തുതയും ചൂണ്ടിക്കാണിക്കുന്നു. 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത് ഗുണകഥാമൃത പാനമത്തരായാൽ ഏത് സംസാരത്തെയും തരണം ചെയ്യാൻ സാധിക്കും. കാരണം കഥാശ്രവണാസക്തന്മാർക്ക് പുത്രവിത്തദാരഗൃഹാദികളിലൊന്നിലും പ്രിയം തോന്നുകയില്ല. അത്രമേൽ സംസാര വിസ്മാരകമാണ് ഭഗവത് കഥാശ്രവണം എന്നും ചൂണ്ടിക്കാണിക്കുന്നു. തുടർന്ന്
13-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്ഥൂല രൂപമാണ് ഈ പ്രപഞ്ചം, സൂക്ഷ്മഭാവമാകട്ടെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമാണ് എന്ന് പരാമർശിക്കുന്നു. ന തത്ര ചക്ഷുഃ ഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനഃ ന വിദ്മഃ ന വിജാനീമഃ യഥാ ഏതദനുശിഷ്യാത് എന്ന് കേനോപനിഷത്തിൽ ഗുരുവിൻ്റെ ഒരു ഏറ്റുപറച്ചിലുണ്ട്. അത് അവിടേക്ക് കണ്ണിനും കാതിനും മൂക്കിനും നാക്കിനും ഒന്നും പ്രവേശനമില്ല, ബുദ്ധിക്കുമില്ല. അതുകൊണ്ട് ഇതെങ്ങനെ ബുദ്ധിക്ക് മനസ്സിലാകും പ്രകാരത്തിൽ അവതരിപ്പിക്കും, എനിക്കറിയില്ല എന്ന് ഗുരു കൺഫസ് ചെയ്യുന്ന ഒരു ഏറ്റുപറയുന്ന ഒരു ഘട്ടമുണ്ട്, ഗംഭീരമാണ്. ഈ പ്രപഞ്ചം എന്നത് ഭഗവാന്റെ ഒരു ലിംഗമാണ്, അടയാളമാണ്, ഭഗവത് സ്വരൂപത്തിലേക്കുള്ള ഒരു പോയിൻ്ററാണ്. അപ്രകാരം ഈ ഒരു ലിംഗത്തെ തിരിച്ചറിയണം. വ്യക്തപ്രപഞ്ചത്തിന് അവ്യക്തമായ ഒരു ആധാരമുണ്ട്, ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഗോചരമല്ലാത്ത ഒരു തലമുണ്ട്, അക്കാര്യവും സൂചിപ്പിക്കുന്നു. തുടർന്ന് പ്രളയത്തെക്കുറിച്ച് പ്രതിപാദിച്ചു, സൃഷ്ടിയെക്കുറിച്ചും. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനസ്താനി കൽപാദൗ വിസൃജാമ്യഹം എന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ നാഭീപത്മത്തിൽ നിന്ന് എല്ലാം വിലയിച്ച ശേഷം വീണ്ടും നാഭീപത്മത്തിൽ നിന്ന് ബ്രഹ്മാവ് സംഭവിക്കുന്നു. ഏതൊരു ആദിനാരായണനിൽ നിന്നാണോ, ഏതൊരു ആദിനാരായണനിലേക്കാണോ സൃഷ്ടി വിലയിക്കുന്നത്, ഏതൊരു പ്രഭുവിൽ നിന്നാണോ സൃഷ്ടിയുടെ പ്രഭവനം സംഭവിക്കുന്നത്, ആ ഭഗവാനെക്കുറിച്ച് ഭഗവതേ പ്രണതോസ്മി തസ്മൈ എന്ന് സ്തുതിക്കുന്നു. അതിനുശേഷം ജീവേശ്വര സംബന്ധത്തെക്കുറിച്ച്, ഭഗവാന് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ലേപനവും ഉണ്ടാവുന്നില്ല. കാരണം ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. തുടർന്ന് 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. ഈ കർമ്മങ്ങളൊന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല. കാരണം കർത്തൃത്വ ബുദ്ധിയുമില്ല, കർമ്മഫലത്തിൽ സ്പൃഹയും ഇല്ല. ജീവനാകട്ടെ ബന്ധനസ്ഥനാണ്. അതുകൊണ്ട് ജീവന് ഉപാസ്യമാകുന്നു പ്രഭു. ഭഗവാൻ യാതൊരു തരത്തിലുള്ള സംസാര ലേപനവും ഇല്ലാത്തവനാണ് എന്ന് 15-ാമത്തെ ശ്ലോകത്തിൽ ധ്വനിപ്പിച്ചു. വൈരുദ്ധ്യാത്മക ശ്രീ, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. വിദ്യയും അവിദ്യയും അണുവും സ്ഥൂലവും ഒക്കെ ഭഗവാനിൽ ചേർന്നിരിക്കുന്നു. ഇവ പരസ്പര വിരുദ്ധങ്ങളാണെങ്കിലും ഭഗവാനിൽ വൈരുദ്ധ്യാത്മകമായൊരു ശ്രീയായി, ഐശ്വര്യമായി ഭഗവൻ മായ ഇപ്രകാരം പരിലസിക്കുന്നു. തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രം അവികാരമഹം പ്രപദ്യേ. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നും അനന്തരൂപിയായ ഭഗവാനെ സ്തുതിച്ച് നമിക്കുന്നു. അനുഗ്രഹകാതരന്മാരായ ഭക്തന്മാരെ എപ്രകാരമാണോ തള്ളപ്പശു പിറന്ന കുഞ്ഞിനെ എന്ന പോലെ ആ പുരുഷാർത്ഥമൂർത്തി അനുഗ്രഹിക്കുന്ന കാര്യവും അത് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മികവാണ്. കാരണം ഭഗവാൻ സാക്ഷാൽ മോക്ഷം പ്രദാനം ചെയ്യാൻ സമർത്ഥനാണ്. എങ്കിലും അതല്ലാത്ത നിസ്സാര കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഭഗവാൻ തഴയുമോ? ഒരിക്കലുമില്ല. നവജാത ശിശുവിനെ എപ്രകാരമാണോ തള്ളപ്പശു പരിരക്ഷിക്കുന്നത് അതുപോലെ ഭഗവാൻ സംരക്ഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ആധാരമാണ് ഭഗവാൻ. ആ ചൈതന്യമാണ് അന്തര്യാമിയായി ഈ ജീവലോകത്തെ മുഴുവൻ ഭരിക്കുന്നത്. ഭക്തന്മാർക്ക് ഭഗവാൻ ആലംബനമാണ്, ആശ്രയമാണ്, അഭീഷ്ടവരദായകനാണ്, മുക്തിപ്രദായകനുമാണ്. ഇത്യാദി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന അതിഗംഭീരമായ ഒരു സ്തുതിയാണ്
ധ്രുവ സ്തുതി. ഈ സ്തുതി വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഭഗവാനെ ആശ്രയിക്കാൻ, ഭഗവാനിൽ ആസക്ത ചിത്തരാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഷണം കൃഷ്ണ തൃച്ചേവടികളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം.